സിന്ധു രാജ്യമായിരുന്നു അർജുനന്റെ അടുത്ത ലക്ഷ്യം. ജയദ്രഥനായിരുന്നല്ലോ അവിടുത്തെ രാജാവ്. ജയദ്രഥൻ ധൃതരാഷ്ട്രന്റെ ഏകപുത്രിയായ, കൗരവരുടെ ഏക സഹോദരിയായ ദുഷല്ലയുടെ ഭർത്താവായിരുന്നു. ജയദ്രഥനെ അതിഭയങ്കരമായൊരു യുദ്ധത്തിൽ അർജുനൻ വധിച്ചു. തന്മൂലം സിന്ധു രാജ്യത്തെ പ്രജകളും സാമാന്ത രാജാക്കന്മാരുമെല്ലാം പാണ്ഡവന്മാരോട് പൊതുവെയും അർജുനനോട് പ്രത്യേകിച്ചും കൊടിയ പക പുലർത്തിപ്പോന്നവരായിരുന്നു. ഈ അവസരത്തിലാണ് അർജുനൻ യാഗാശവുമായി അവിടെ എത്തിയത്. പ്രജകളും സൈന്ധവ രാജാക്കന്മാരും എല്ലാവിധത്തിലും തയ്യാറായി. അർജുനനോട് ഏറ്റുമുട്ടുവാൻ തന്നെ അവർ ഉറച്ചു. കടുത്ത പോരാട്ടമാണ് നടന്നത്. പ്രാരംഭത്തിൽ അർജുനന് മുറിവേൽക്കുകയും അദ്ദേഹം മോഹാലസ്യപ്പെട്ട് വീഴുകയും ചെയ്തു. ഇത് കണ്ട് പരിഭ്രമിച്ച ഋഷികളും ദേവന്മാരുമൊക്കെ അർജുനന് ബോധം തെളിയുവാനും അദ്ദേഹത്തിന് കൂടുതൽ ശക്തിയുണ്ടാകുവാനും പ്രാർത്ഥിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ പാർത്ഥൻ മോഹാലസ്യത്തിൽ നിന്നുണർന്നു. പിന്നീടാണ് അർജുനൻ നടത്തിയ പോരാട്ടം രോമാഞ്ചകഞ്ചകമായത്. ഗാണ്ഡീവത്തിൽ നിന്ന് മാരി പോലെ അമ്പുകൾ പ്രവഹിച്ചു. രാജാക്കന്മാരുടെയും സൈന്യങ്ങളുടെയും കൈയും കാലും അലയും അറ്റ് നിലം പതിച്ചു. പോർക്കളമാകെ ശവീശരീരങ്ങൾ കൊണ്ട് നിറഞ്ഞു. ശേഷിച്ച സൈന്യങ്ങൾ ഛിന്നഭിന്നമായി നാലുപാടും ഓടി. അങ്ങനെ വിജയൻ വിജയശ്രീയിൽ ആളിതനായി നിൽക്കുമ്പോൾ ഒരു തേര് അർജുനന്റെ മുന്നിൽ വന്നു നിന്നു. ആ തേരിൽ നിന്ന് ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഇറങ്ങി വന്ന് അർജുനന്റെ മുന്നിൽ നിന്നു. അർജുനൻ സൂക്ഷിച്ചു നോക്കി. തന്റെ സഹോദരിയായ ദുഷള്ള. കൗരവർക്കും പാണ്ഡവർക്കും കൂടിയുള്ള ഏക സഹോദരിയാണ് ദുഷള്ള. താൻ പോരിൽ കൊന്ന ജയദ്രഥന്റെ ഭാര്യ. അവളെ കണ്ടപ്പോൾ അർജുനൻ അമ്പരന്നുപോയി. അവൻ വില്ല് താഴെ വെച്ചു. തേരിൽ നിന്നിറങ്ങി സഹോദരിയുടെ അരികത്തെത്തി. അസ്ത്രകൾ കൊണ്ട് കലങ്ങിയ ദുഷള്ളയുടെ കണ്ണുകളും കരഞ്ഞു വീർത്ത അവളുടെ മുഖവും കണ്ടപ്പോൾ അർജുനൻ തരിച്ചു നിന്നുപോയി. സഹോദരിയുടെ ദയനീയമായ അവസ്ഥ കണ്ടും അവളുടെ ആവലാതികൾ കേട്ടും അർജുനന്റെ മനസ്സ് കാരുണ്യം കൊണ്ടും പശ്ചാത്താപം കൊണ്ടും വിവശമായി. അദ്ദേഹം എല്ലാ തരത്തിലും അസ്വസ്ഥനായി. അർജുനൻ പറഞ്ഞു, പെങ്ങളെ, കരയാതിരിക്കൂ. ഞാൻ എന്ത് ചെയ്യണം? നിനക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറാണ്. ദുഷല്ല പറഞ്ഞു, ഭാരത ശ്രേഷ്ഠ, നിന്റെ പെങ്ങളുടെ പേരക്കുട്ടിയാണിത്. ഈ ഓമനയാണ് എനിക്കിനി ആകെയുള്ളത്. ഇവന്റെ അച്ഛനെവിടെ? അർജുനൻ ജിജ്ഞാസയോടെ ചോദിച്ചു. ദുഷള്ള ഗദ്ഗതത്തോടെ പറഞ്ഞു, ഇവന്റെ അച്ഛൻ സുരഥൻ. അവന്റെ അച്ഛന്റെ മരണവൃത്താന്തം കേട്ടപ്പോൾ മുതൽ ദുഃഖിതനായി കഴിയുകയായിരുന്നു. ഇപ്പോൾ ആംഗ്ല സൈന്യവുമായി പോരിനെവിടെ എത്തിയിരിക്കുന്നുവെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഭയചകിതനായി. അവന്റെ ഹൃദയം സ്തംഭിച്ചു. അവൻ കൊട്ടാരത്തിൽ മരിച്ചു കിടക്കുകയാണ്. ഈ കുഞ്ഞിനെയെങ്കിലും രക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടെ ഞാൻ അവനെയും എടുത്തുകൊണ്ട് നിന്റെ അടുക്കലേക്ക് ഓടിയതാണ്. എൻ്റെ പൊന്നാങ്ങളെ, നീ എൻ്റെ ഭർത്താവിനെ കൊന്നു. എൻ്റെ മകൻ നിന്നെ ഭയപ്പെട്ട് മരിച്ചു. ഇവൻ മാത്രമാണ് എനിക്കിനി ആശ്രയമുള്ളൂ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഇവനെയെങ്കിലും നീ എനിക്ക് തരണേ. എൻ്റെ പൊന്നാങ്ങളെ, ഞാൻ നിന്നോട് ഇരക്കുകയാണ്. ദുഷള്ള സഹിക്കവയ്യാതെ ദുഃഖത്തോട് ഉച്ചത്തിൽ നിലവിളിച്ചു. ഭാരത ചക്രവർത്തിയായി വിരാജിച്ച ധൃതരാഷ്ട്രരുടെ പുത്രിയാണ് ഈ വിലപിക്കുന്നത്. പാർത്ഥൻ മൗനമായി നിന്നു. ദുഃഖഭാരത്തിൽ അവന്റെ തല താനേ താഴ്ന്നുപോയി. അല്പം കഴിഞ്ഞ് അർജുനൻ പല സാന്ത്വനോക്തികളും പറഞ്ഞ് സഹോദരിയെ ആശ്വസിപ്പിച്ചു. അവളെ പ്രസാദിപ്പിച്ച് തഴുകി പ്രീതിയാക്കി അരമനയിലേക്ക് അയച്ചു. അങ്ങനെ സൈന്ധവരെ ജയിച്ച് ധനഞ്ജയൻ യഥേഷ്ടം പാഞ്ഞു പോകുന്ന കുതിരകരെ അനുവാദനം ചെയ്തു. യാഗാശ്വം പിന്നെയും പല രാജ്യങ്ങളിലും യഥേഷ്ടം സഞ്ചരിച്ചു. അവിടെയെങ്ങും കാര്യമായ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടത് മണിപുര രാജാവിൻ്റെ രാജ്യത്തിലുമെത്തി. മണിപുരൻ രാജ്യത്ത് അക്കാലത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് ബഭ്രുവാഹനൻ എന്ന രാജാവായിരുന്നു. അർജുനന്റെ തീർത്ഥാടന കാലത്ത് അദ്ദേഹം മണിപുരയിലെത്തുകയും അവിടുത്തെ രാജകുമാരിയായ ചിത്രാംഗതയെ വിവാഹം കഴിക്കുകയും ഉണ്ടായല്ലോ. ആ ബന്ധത്തിൽ അർജുനനുണ്ടായ പുത്രനാണ് ബഭ്രുവാഹനൻ. തൻ്റെ അച്ഛൻ അർജുനനാണെന്ന് അമ്മയിൽ നിന്ന് അറിഞ്ഞിരുന്ന ബഭ്രുവാഹനൻ അർജുനൻ മണിപുരയിൽ വരുന്നതെന്നറിഞ്ഞപ്പോൾ അത്യധികം സന്തോഷിച്ചു. അച്ഛനെ സ്വീകരിക്കുവാൻ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി. ബഭ്രുവാഹനൻ മംഗള പദാർത്ഥങ്ങളോടും കൂടി ചെന്ന് അച്ഛനെ വണങ്ങി. എന്നാൽ അർജുനന് തൻ്റെ മകൻ്റെ ആ പ്രവൃത്തി അശേഷം ഇഷ്ടപ്പെട്ടില്ല. അർജുനൻ പറഞ്ഞു, ബഭ്രുവാഹന, നിന്റെ പ്രവൃത്തി ക്ഷാത്രധർമ്മത്തിന് ചേർന്നതല്ല. അശ്വമേധത്തിന്റെ യാഗാശത്തെ കൊണ്ടുവന്ന എന്നെ നീ വിരുന്നുവിന് വന്നവനെ പോലെ സ്വീകരിക്കുന്ന ഈ പ്രവൃത്തി ഒരു രാജാവിന് ചേർന്നതല്ല. അത് ഭീരുത്വമാണ്. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ അശ്വത്തെ പിടിച്ചു കെട്ടി എന്നോട് പോരിന് വരികയാണ് ചെയ്യേണ്ടത്. ബഭ്രുവാഹനൻ വിഷണ്ണനായി അരമനയിലെത്തി. അവൻ ഇതികത്താവി മൂഢനായി തീർന്നു. ഈ സമയം നോക്കി ഉലൂബി അവനെ സമീപിച്ചു. നാഗരാജാവിന്റെ പുത്രിയായ ഉലൂബിയെ തീർത്ഥയാത്ര വേളയിൽ അർജുനൻ വിവാഹം കഴിച്ചിരുന്നതാണ്. അവർക്കുണ്ടായ പുത്രനാണ് മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവർക്ക് വേണ്ടി പോരാടി ജീവൻ വെടിഞ്ഞ ഈരാവാൻ. ഉലൂബി ബഭ്രുവാഹനെ അർജുനനോട് യുദ്ധം ചെയ്യുവാൻ പ്രേരിപ്പിച്ചു. യുദ്ധം ചെയ്താൽ അർജുനനെ തോൽപ്പിക്കാൻ കഴിയുമെന്നും അവൾ ബഭ്രുവാഹനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. ബഭ്രുവാഹനൻ അർജുനനോട് യുദ്ധം ചെയ്യുവാൻ സന്നദ്ധനായി.
പൊൻചട്ടയിട്ട് മിന്നുന്ന കിരീടവും ധരിച്ച് രഥത്തിൽ കയറി വലിയ സൈന്യത്തോടും കൂടി ചെന്ന് യാഗാശ്വത്തെ പിടികൂടി. അശ്വത്തെ പിടിച്ചത് കണ്ടപ്പോൾ അർജുനന് മകനോട് മതിപ്പ് തോന്നിയെങ്കിലും അദ്ദേഹം മകനെ തടുത്തു. അവിടെ വെച്ച് അച്ഛനും മകനും തമ്മിൽ ശക്തിയായ പോരാട്ടം നടന്നു. അത് ദേവാസുര യുദ്ധത്തിന് തുല്യമായിരുന്നു. അർജുനന്റെ ശരങ്ങൾ തടുത്തുകൊണ്ട് അതേ സമയത്ത് തന്നെ തീക്ഷ്ണങ്ങളായ ശരങ്ങളെ അയച്ചുകൊണ്ട് ബഭ്രുവാഹനൻ യുദ്ധം ചെയ്യുവാൻ തുടങ്ങി. തൻ്റെ പുത്രന്റെ യുദ്ധവൈദ്യം കണ്ട് അർജുനൻ വളരെയേറെ സന്തോഷിച്ചു. രണ്ടുപേരും ഉഗ്രമായി പോരാടി. ബഭ്രുവാഹനന്റെ ഒരസ്ത്രം മർമ്മത്തിൽ കൊണ്ട് അർജുനൻ ബോധമറ്റ് നിലത്ത് വീണു. മകൻ അസ്ത്രമയച്ച അതേ സമയത്ത് തന്നെ അച്ഛനും ഒരു ശയമൈക്യമുണ്ടായി. അതേറ്റ് ബഭ്രുവാഹനൻ മോഹാലസ്യപ്പെട്ടു വീണു. അങ്ങനെ രണ്ടുപേരും ഒരേ സമയം പ്രജ്ഞയേറ്റ് നിലംപതിച്ച വിവരൻ അരമനയിലെത്തി. അപ്പോൾ ബഭ്രുവാഹനന്റെ മാതാവായ ചിത്രാംഗത നിലവിളിച്ചുകൊണ്ട് പോർക്കളത്തിലേക്ക് ഓടിയെത്തി. വീരശൈലിയിൽ കിടക്കുന്ന ഭർത്താവിനെയും പുത്രനെയും മാറി മാറി നോക്കിയ മഹാരാജ്ഞിക്ക് ദുഃഖമടക്കുവാൻ കഴിഞ്ഞില്ല. അവർ മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് ഭൂമിയിൽ കിടന്ന് ഉരുണ്ടു. അവരുടെ ആർത്തനാദം അന്തരീക്ഷത്തിൽ മാറ്റിലുകൊണ്ടു. അർജുനന്റെ കിടപ്പ് എല്ലാവരെയും പരിഭ്രാന്തരാക്കുക തന്നെ ചെയ്തു. തൻ്റെ അസ്ത്രമേറ്റ പിതാവ് മരിച്ചുവെന്നറിഞ്ഞ ബഭ്രുവാഹനൻ താൻ പിതൃഹത്യ ചെയ്തുവല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുവാൻ തുടങ്ങി. പിതൃഹത്യയ്ക്ക് കാര്യമായ പ്രായശ്ചിത്തമൊന്നും ഇല്ലാതായാൽ താൻ പ്രായോപവേശം ചെയ്യുക മരിക്കുവാൻ തീരുമാനിച്ചെന്ന് ബഭ്രുവാഹനൻ എല്ലാവരെയും അറിയിച്ചു. തൻ്റെ കാതൻ മരിച്ചതിനിൽ തനിക്കും ജീവിച്ചിരിക്കുവാൻ ആഗ്രഹമില്ലെന്ന് ചിത്രാംഗതയും പറഞ്ഞു. അവളും പ്രായോപവേശം ചെയ്യുവാൻ തയ്യാറായി. ഈ അവസരത്തിൽ നാഗകന്യകയായ ഉലൂബി അവിടെ എത്തി. അർജുനൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവൾ അമ്മയെയും മകനെയും സമാധാനിപ്പിച്ചു. എന്നാൽ അർജുനൻ എഴുന്നേൽക്കാതെ തങ്ങളുടെ പ്രായോപവേശ ശ്രമത്തെ ഉപേക്ഷിക്കുകയില്ലെന്ന് ഇരുവരും തീർത്തു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഉലൂബി നാഗരത്നത്തെ സ്മരിച്ചു. നാഗരത്നം അവളുടെ കയ്യിലെത്തി. അവൾ അത് അർജുനന്റെ മാറിൽ വെച്ചു. ഉടൻ തന്നെ നിദ്രയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് പോലെ അർജുനൻ എഴുന്നേറ്റു. ചുറ്റും നോക്കിയപ്പോൾ ചിത്രാംഗതയെയും ഉലൂബിയെയും അദ്ദേഹം കണ്ടു. സ്ത്രീകൾ പോർക്കളത്തിൽ എത്തിയിടയായ സാഹചര്യം എന്താണെന്ന് അദ്ദേഹം തിരക്കി. അപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം അർജുനനെ അറിയിച്ചിട്ട് ഉലൂബി തുടർന്ന് പറഞ്ഞു. പ്രഭു, വസുക്കളിൽ ഒരാളായ ഭീഷ്മരെ അങ്ങ് വീഴ്ത്തിയതെന്നറിഞ്ഞപ്പോൾ വസുക്കൾ അങ്ങയെ ശപിച്ചു. ധാർമ്മികമായ വിധത്തിലായിരുന്നില്ല അങ്ങ് ഭീഷ്മനെ വീഴ്ത്തിയത്. ശിഖണ്ഡിയോട് യുദ്ധം ചെയ്യുകയില്ലെന്ന് പറഞ്ഞ് ആയുധം താഴ്ചവെച്ച ഭീഷ്മനെ ശിഖണ്ഡിയുടെ മറുപറ്റിൽ നിന്ന് അങ്ങ് തോൽപ്പിച്ചത് അപ്രകാരം അധർമ്മമാണ്. അപ്രകാരം അധാർമികമായി പ്രവർത്തിച്ചതുകൊണ്ട് അങ്ങ് നരകത്തിൽ പോകുവാൻ ഇടയാകട്ടെ എന്നാണ് അവർ ശപിച്ചത്. ഈ വിവരം അറിഞ്ഞ് എൻ്റെ അച്ഛൻ അവരോട് അങ്ങയുടെ ശാപമോക്ഷത്തിനായി അപേക്ഷിച്ചപ്പോൾ സ്വന്തം മകനാൽ വധിക്കപ്പെടുമ്പോൾ ശാപമോക്ഷം ഉണ്ടാവുമെന്നും അവർ അറിയിച്ചു. അതുകൊണ്ടാണ് ഞാൻ ബഭ്രുവാഹനനെ പ്രേരിപ്പിച്ചത്. അങ്ങയുടെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി ഞാൻ അവനെ കൊണ്ടാക്കിയത്. അവൻ്റെ കൈകൊണ്ട് അങ്ങ് മരിക്കുകയും നാഗരത്നത്തിൻ്റെ ശക്തി കൊണ്ട് അങ്ങ് ജീവിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങയ്ക്ക് ശാപമോക്ഷവും ലഭിച്ചു. അർജുനൻ ഇതെല്ലാം ഒരു സ്വപ്നം പോലെയാണ് അനുഭവപ്പെട്ടത്. കാര്യങ്ങളെല്ലാം ഭംഗിയായി അവസാനിച്ചതിൽ എല്ലാവരും സന്തോഷിച്ചു. ഒരു ദിവസം തങ്ങളുടെ സൽക്കാരം സ്വീകരിച്ച് അരമനയിൽ താമസിക്കണമെന്ന് ബഭ്രുവാഹനന് ചിത്രാംഗതയും ഉലൂബിയും അർജുനനോട് അപേക്ഷിച്ചുവെങ്കിലും താൻ അശ്വമേധയാഗത്തിന്റെ ദീക്ഷ വരിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് അരമനയിൽ താൻ തങ്ങുവാൻ സാധ്യമല്ലെന്നും അർജുനൻ അവരെ അറിയിച്ചു. അശ്വമേധയാഗത്തിൽ സംബന്ധിക്കുവാനായി ബഭ്രുവാഹനനും ചിത്രാംഗതയും ഉലൂബിയും മറ്റും ഹസ്തിനാപുരയിൽ എത്തണമെന്ന് നിർദ്ദേശിക്കുകയും എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്തിട്ട് അർജുനൻ യാഗാശ്വവുമായി മണിപുരത്തേക്ക് യാത്ര തിരിച്ചു. അർജുനനും സംഘവും മഗധ രാജ്യത്തിലേക്കാണ് പിന്നീട് പോയത്. കൗമാരപ്രായം കഷ്ടിച്ചു കഴിഞ്ഞ മേഘസന്ധി എന്ന രാജകുമാരനായിരുന്നു അന്ന് മഗധ ഭരിച്ചിരുന്നത്. ഇദ്ദേഹം ജരാസന്ധന്റെ പൗത്രനും സഹദേവന്റെ പുത്രനുമായിരുന്നു. മേഘസന്ധി ആകാശത്തെ തടഞ്ഞു. ബാലനാണെങ്കിലും അസാമാന്യമായ ധൈര്യം പ്രകടിപ്പിച്ച രാജകുമാരനോട് അർജുനനെ വാത്സല്യവും അനുകമ്പയുമാണ് തോന്നിയത്. മേഘസന്ധി കൂസലിനെ അർജുനന്റെ നേർ കമ്പുകൾ അയക്കുകയും അതിൽ ചിലതൊക്കെ അർജുനന്റെ ശരീരത്തിൽ കൊണ്ട് മുറിവേൽക്കുകയും ചെയ്തപ്പോൾ അർജുനന്റെ ഭാവം മാറി. ദാണ്ഡീവത്തിൽ നിന്ന് അനിസ്യൂതമുയർന്ന അമ്പുകളേറ്റ് മേഘസന്ധിയുടെ തേരും സൂതനും കുതിരകളുമെല്ലാം നശിച്ചു. എന്നിട്ടും ഉശിരോടെ ഗതയും എടുത്ത് അർജുനന്റെ നേർക്കുപാഞ്ഞ മഗധ രാജകുമാരന്റെ ഗത അർജുനൻ പലതായി നുറുക്കിക്കളഞ്ഞു. തേരും ആയുധങ്ങളും നഷ്ടപ്പെട്ട് വിഷണ്ണനായി നിൽക്കുന്ന മേഘസന്ധിയോട് അർജുനൻ പറഞ്ഞു, ഉണ്ണി, നീ സമർത്ഥനാണ്. ബാലനായ നിന്റെ വിക്രമം അസാധാരണം തന്നെ. നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. രാജാക്കന്മാരെ നിവൃത്തിയുള്ളിടത്തോളം കൊല്ലരുതെന്നാണ് എൻ്റെ ജ്യേഷ്ഠന്റെ ആജ്ഞ. നീ പൊയ്ക്കൊള്ളുക. മാഗധൻ അർജുനനെ കൈകൂപ്പി നമസ്കരിച്ചു. അവൻ ചോദിച്ചു, ഞാൻ അങ്ങക്ക് എന്ത് ചെയ്യേണ്ടു? ആജ്ഞാപിച്ചാലും. ചൈത്രമാസത്തിൽ നടക്കുന്ന അശ്വമേധത്തിൽ പങ്കെടുക്കാമെന്ന് നിർദ്ദേശിച്ചിട്ട് അർജുനൻ മഗധനോട് യാത്ര പറഞ്ഞു. പിന്നീട് ചേരി രാജ്യം, നിഷാദ രാജ്യം, ദശാർണൻ, ഗാന്ധാരം തുടങ്ങിയ രാജ്യങ്ങളെല്ലാം യാഗാശ്വത്തിനെയും കൊണ്ട് അർജുനൻ സഞ്ചരിച്ചു. ചേരി രാജ്യത്തിൽ ശിശുപാലപുത്രനായ ശലഭനും, നിഷാദ രാജ്യത്തിൽ ഏകലവ്യന്റെ പുത്രനും, ഗാന്ധാരത്തിൽ ശബരിയുടെ പുത്രനുമായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്. ചെറിയ തോതിലുള്ള സംഘടനകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നു.
ദശാർണ രാജ്യത്ത് മാത്രമാണ് അല്പം കഠിനമായ ഒരു യുദ്ധമുണ്ടായത്. എങ്കിലും രാജാക്കന്മാരെ ഒന്നും കൊല്ലുവാനിടയായില്ല. പിന്നീട് തെക്കോട്ട് നീങ്ങി ഭാരതഭൂമിയുടെ തെക്കേ അറ്റത്തെത്തി. ആന്ധ്രം, ദ്രാവിഡം, പാണ്ഡ്യം, കേരളം, കർണാടകം, കൊങ്കണം തുടങ്ങിയ രാജ്യങ്ങളിൽ കൂടി സഞ്ചരിച്ച് പടിഞ്ഞാറേ സമുദ്രക്കടയിൽ കൂടി നീങ്ങിയ യാഗാശ്വം ഗോകർണം വഴി ദ്വാരകയിലേക്കാണ് പോയത്. ഇതിനിടയിൽ ചില്ലറ എതിർപ്പുകൾ ഉണ്ടായതല്ലാതെ കാര്യമായ യുദ്ധമൊന്നും വേണ്ടി വന്നില്ല. അശ്വമേധത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ട് സന്ദർഭമാകുമ്പോൾ മടങ്ങിയെത്തിക്കൊള്ളണമെന്ന് പറഞ്ഞ് കൃഷ്ണൻ ദ്വാരകയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ അവസരത്തിലാണ് അർജുനൻ യാഗാശ്വവുമായി ദ്വാരകയിലെത്തിയത്. യാദവ പ്രമാണികൾ കൃഷ്ണനോടോ ബലഭദ്രനോടോ ആലോചിക്കാതെ യാഗാശ്വത്തെ തടയുന്നതിനും അർജുനനോട് എതിർക്കുന്നതിനും ഒരുമ്പെട്ടു. എന്നാൽ വിവരമറിഞ്ഞ കൃഷ്ണനും ബലരാമനും അർജുനനെയും അശ്വത്തെയും എതിരേറ്റ് സ്വീകരിച്ച് വിധിയാമണ്ണം പൂജിക്കുകയാണ് ചെയ്തത്. ഒരു ദിവസം ദ്വാരകയിൽ താമസിച്ചിട്ട് അർജുനൻ അശ്വത്തോടും കൂടി ഹസ്തിനാപുരിയിലേക്ക് യാത്രയുമായി. അപ്പോഴേക്കും മാഘമാസമായി. ഇനിയും യാഗത്തിനൊരു മാസക്കാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യുധിഷ്ഠിരൻ യാഗത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ ഭീമന് നൽകി. ഭീമൻ ഉടൻ തന്നെ രാജാക്കന്മാരെയും ബ്രാഹ്മണരെയും സാമാന്തന്മാരെയും ഋഷിമാരെയും മറ്റും ക്ഷണിക്കുവാൻ നാനാദേശങ്ങളിലേക്കും ദൂതന്മാരെ അയച്ചു. കൂടാതെ സർവ്വജനങ്ങളോടും ക്ഷണിച്ചു. പുരോഹിത നിർദ്ദേശപ്രകാരം വേണ്ടതായ യാഗശാലകളെല്ലാം കെട്ടി. എല്ലാവിധ പദാർത്ഥങ്ങളും ധാരാളമായി സ്തംഭിച്ചിരുന്നു. പശുക്കളെ തിരഞ്ഞെടുത്തു. അവയെ കെട്ടി നിർത്തിയുള്ള യൂപം, അതായത് കുറ്റികൾ നാട്ടി. അപ്പോഴേക്കും നാനാദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്നു തുടങ്ങി. എല്ലാവരെയും വേണ്ട വിധത്തിൽ സ്വീകരിച്ചു. ഭഗവാനും ബലരാമനും മറ്റും ദ്വാരകയിൽ നിന്നെത്തി. യുധിഷ്ഠിരൻ തന്നെ അവരെയൊക്കെ യഥോചിതം പൂജിച്ച് സ്വീകരിച്ചു. അർജുനൻ അടുത്ത ദിവസം യാഗാശ്വവുമായി എത്തിച്ചേരുമെന്നുള്ള സന്തോഷകരമായ വാർത്തയും ലഭിച്ചു. യുധിഷ്ഠിരൻ സന്തുഷ്ടനായി. അടുത്ത ദിവസം മധ്യാഹ്നത്തിന് മുമ്പായി നാട് മുഴുവൻ ജയിച്ച് വിജയശ്രീ ലാളിതനായി വന്ന വിജയനെ ധൃതരാഷ്ട്രർ, യുധിഷ്ഠിരൻ, വാസുദേവൻ, ബലരാമൻ തുടങ്ങിയവർ ചേർന്ന് ആർഭാടമായി സ്വീകരിച്ചു. ഹസ്തിനാപുരവാസികളെല്ലാം രാജവീടുകളിലൂടെ ഇരുവശങ്ങളിലും തിങ്ങിക്കൂടി. എല്ലാവരും അർജുനനെ വാനോളം പുകഴ്ത്തി. അന്ന് തന്നെ മണിപുര രാജാവായ ബഭ്രുവാഹനനും ചിത്രാംഗതയും ഉലൂബയും എത്തി. സിന്ധുരാജ്ഞിയായ ദുഷളയും തൻ്റെ പൗത്രനോടുകൂടി എത്തിച്ചേർന്നു. അവരെല്ലാം യഥോചിതം സ്വീകരിച്ച് മറ്റു രാജ്യങ്ങളിൽ നിന്ന് അനവധി രാജാക്കന്മാരുടെ കാഴ്ചദ്രവ്യങ്ങളുമായി വന്നു ചേർന്നവരെയും സ്വീകരിച്ച് യുധിഷ്ഠിരൻ ഇരുത്തി. ചൈത്രമാസത്തിലെ പൗർണമി നാളിലാണ് യജ്ഞം ആരംഭിച്ചത്. തലേ ദിവസം തന്നെ വ്യാസാചാര്യൻ അനേകം ഋഷിമാരോടും അസംഖ്യം ബ്രാഹ്മണരോടും കൂടി എത്തിച്ചേർന്നു. യജ്ഞസംഭാരങ്ങളെല്ലാം പരിശോധിച്ച് സംതൃപ്തമായി പ്രകടിപ്പിച്ചു. വ്യാസൻ പറഞ്ഞു, യാതൊരു കുറവും പോരായ്മയും ഒന്നിനും തെറ്റാത്ത വിധത്തിൽ ഈ യജ്ഞം നിർവഹിക്കണം. സ്വർണം ധാരാളമായി ഉള്ളതുകൊണ്ട് ഈ യജ്ഞം ബഹുസ്വർണകർണം എന്ന ഖ്യാതി നേടും. അതുകൊണ്ട് ഈ യജ്ഞയിൽ സാധാരണയിൽ കവിഞ്ഞ് 3 ഇരട്ടി ദക്ഷിണ നൽകണം. 3 യജ്ഞം ചെയ്ത ഫലമുണ്ടാകട്ടെ. പൗർണമി ദിവസം പ്രഭാതത്തിൽ തന്നെ യജ്ഞകർമ്മങ്ങൾ ആരംഭിച്ചു. അന്നപാനീയങ്ങൾ സുഭിക്ഷിതമായി എല്ലാ സമയത്തും വിതരണം ചെയ്യപ്പെട്ടു. യജ്ഞത്തിൽ വേണ്ട പരിശീലനം സിദ്ധിച്ച വേദജ്ഞന്മാരായ ബ്രാഹ്മണരായിരുന്നു ഋത്തുക്കൾ. അവർ ശാസ്ത്രമുറപ്രകാരം കർമ്മങ്ങൾ നിർവഹിക്കുവാൻ തുടങ്ങി. യജ്ഞസ്തംഭങ്ങൾ നാട്ടി. കൂവളത്തടി, കരിങ്ങാലിത്തടി, പ്ലാശ്, ദേവതാരം എന്നിവ കൊണ്ടുള്ള സ്തംഭങ്ങളായിരുന്നു അത്. പ്രധാനങ്ങളും ഇവ തന്നെയായിരുന്നു. കൂടാതെ സ്വർണ്ണയൂപങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം നാട്ടിയത് ഭീമസേനനായിരുന്നു. സ്വർണത്തിൽ വാർത്ത ഇഷ്ടികൾ കൊണ്ടാണ് അഗ്നി സംസ്കാരം നേടിയത്. ഓരോ യൂപത്തിലും ശാസ്ത്രപ്രകാരം അതാത് ദേവന്മാർക്കുള്ള മൃഗങ്ങളെയും പക്ഷികളെയും ബന്ധിച്ചു. കാളകൾ, പശുക്കൾ, കുതിരകൾ എന്നിവകളാണ് ബലിമൃഗങ്ങളായി യൂപത്തിൽ കിട്ടിയത്. ധർമ്മപുത്രന്റെ യജ്ഞം സാക്ഷാൽ ദേവഋഷി സങ്കുലമായി പരിശോഭിച്ചു. ഗന്ധർവന്മാർ പാട്ടുപാടി, അപ്സര സ്ത്രീകൾ നൃത്തം ചെയ്തു. കിന്നരന്മാരും കിംപുരുഷന്മാരും കൂടി ചുറ്റും സിദ്ധന്മാരായ വിപ്രന്മാരും കൂടിയിരുന്നു. നാരദ മഹർഷിയും വിശ്വസ്രാവും ചിത്രസേനനും മറ്റും അവിടെ എത്തിയിരുന്നു. മറ്റു ജീവികളെ വിധിപ്രകാരം ബലിയർപ്പിച്ച ശേഷം ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചെത്തിയ യാഗാശ്വത്തെ ശാസ്ത്രപതി പ്രകാരം വധിച്ച് കഷ്ണങ്ങളായി വെട്ടിമുറിച്ച് വേവിച്ചു. അതിൻ്റെ കൊഴുപ്പ് ശാസ്ത്രവിധി പ്രകാരം എടുത്ത് ഔഷധത്തോടുകൂടി ചേർത്ത് അഗ്നിയിൽ പൊരിച്ച് അതിൻ്റെ ധൂമഗന്ധം ധർമ്മരാജാവ് അനുജന്മാരോടും കൂടി ദ്രൗപദിയോടും കൂടി മണപ്പിച്ചു. അതിൻ്റെ ഗന്ധം സർവ്വപാപങ്ങളെയും ഹരിക്കുന്നതാണെന്ന് ശാസ്ത്രത്തിൽ വിധിച്ചിട്ടുണ്ട്. ആ അശ്വത്തിൻ്റെ മറ്റെല്ലാ ഭാഗങ്ങളും അഗ്നിയിൽ ഹോമിച്ചു. യുധിഷ്ഠിരൻ പിന്നീട് ബ്രാഹ്മണർക്ക് യഥാവിധി ദക്ഷിണ നൽകി. അനേകം കോടി സ്വർണ്ണ നാണയങ്ങളാണ് ഇതിനു വേണ്ടി ചെലവായത്. ഭൂമി മുഴുവൻ വ്യാസന് ദാനം നൽകി. വ്യാസൻ പറഞ്ഞു, ഈ ഭൂമി ഞാൻ അങ്ങയ്ക്ക് തിരിച്ചു നൽകും. ഭൂമി അങ്ങയിൽ തന്നെ നിൽക്കണം. അതിനു പകരമായി എനിക്കുള്ള അതിനുള്ള വില നൽകിയാൽ മതി. യുധിഷ്ഠിരൻ കോടാനുകൂടി സ്വർണവും രത്നങ്ങളും വ്യാസനും നൽകി. ആ മുനി അതെല്ലാം ഋത്തുക്കൾക്കും വിപ്രന്മാർക്കും നൽകി. അതിലൊരു വീതം കുന്തിദേവിക്ക് നൽകി. തൻ്റെ ശശ്വരൻ പ്രീതിയോടെ നൽകിയ ധനം കുന്തിദേവി വലിയ പുണ്യകർമ്മങ്ങൾക്കായി ഉപയോഗപ്പെടുത്തി. എല്ലാ കർമ്മങ്ങളും തീർന്ന ശേഷം യുധിഷ്ഠിരൻ അനുചരന്മാരോടും കൂടി അഭിവൃത്ത സ്ഥാനം ചെയ്യും. അതോടെ അവരെല്ലാം പാപവിമുക്തരായി. പിന്നീട് വിവിധ രാജ്യങ്ങളിൽ നിന്നു വന്നു ചേർന്ന രാജാക്കന്മാർക്കും രത്നങ്ങൾ, അശ്വങ്ങൾ, ഗജങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങിയ സമ്മാനങ്ങൾ നൽകി. ക്ഷത്രിയർക്കും വൈശ്യർക്കും ശൂദ്രർക്കും ധാരാളം ധനം ദാനമായി നൽകി.
എല്ലാവരും സന്തുഷ്ടരായ പാണ്ഡവന്മാർക്കുള്ള മംഗളം നേർന്നു. യാഗത്തിലെത്തിയവരെല്ലാം ആമോദത്തോടെ അവരവരുടെ നാട്ടുകളിലേക്ക് മടങ്ങിപ്പോയി. ഇതിനിടയ്ക്ക് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമുണ്ടായി. യാഗം കഴിഞ്ഞ് എല്ലാവരും യാഗാശാലയിൽ ഒന്നിച്ചുകൂടി. അപ്പോൾ ഒരു കീരി യാഗാശാലത്തേക്ക് വന്നൊരു മാളത്തിൽ നിന്ന് പുറത്തു വന്നു. ആ കീരിയുടെ ശരീരത്തിൽ പകുതി ഭാഗം സ്വർണ്ണവർണ്ണവും ബാക്കി ഭാഗം സാധാരണ കീരികളുടെ മാതിരി കറുപ്പ് കലർന്ന ചാരനിറവുമായിരുന്നു. കീരി യജ്ഞശാലയുടെ തറയിലുണ്ടായിരുന്ന വെള്ളത്തിലും ചെളിയിലുമൊക്കെ കിടന്നുരണ്ടു. കുറെ നേരം ഉരുണ്ടു കളിച്ച ശേഷം നിരാശയോടെ ഒരിടത്തിരുന്നു. എല്ലാവരും കീരിയുടെ പ്രവൃത്തി നിർനിമിഷയരായി നോക്കിക്കൊണ്ടേ നിൽക്കുകയായിരുന്നു. അനന്തരം അവിടെ കൂടി നിന്നിരുന്ന ജനങ്ങളോട് കീരി മനുഷ്യസ്വരത്തിൽ സംസാരിക്കുവാൻ തുടങ്ങി. എല്ലാവരും ആശ്ചര്യപരതന്ത്രരായി കീരി പറഞ്ഞു, ഹേ, ഇതെന്തൊരു യാഗമാണ്! ഇതിനെ നിങ്ങളെല്ലാം ഇങ്ങനെ വാഴ്ത്തുന്നത് എന്തിനാണ്? ഇതിനിത്ര വലിയ മാഹാത്മ്യമൊന്നും ഞാൻ കാണുന്നില്ല. ഇതിനേക്കാൾ എത്രയോ മഹത്തായിരുന്നു കുരുക്ഷേത്രത്തിൽ വസിച്ചിരുന്ന ഉഞ്ചവൃത്തി ബ്രാഹ്മണന്റെ ഒരടങ്ങഴി മലർപ്പൊടി ദാനം. ഇവിടെ നടത്തിയ സ്വർണ്ണദാനങ്ങളൊന്നും അതിനോട് കിടപിടിക്കുകയില്ല. കീരിയുടെ വാക്കുകൾ കേട്ട് എല്ലാവരും വിസ്മയിച്ചു. അതിൽ പ്രമുഖരായ ഏതാനും ബ്രാഹ്മണർ കീരിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഈ അശ്വമേധ യാജ്ഞത്തെ നിന്ദിക്കുന്ന നീ ആരാണ്? ശാസ്ത്രം തെറ്റാതെ വിവിധ വസ്തുക്കൾ കൊണ്ട് ആഗമ വിധിപ്രകാരം ന്യായപ്രകാരം ചെയ്യേണ്ട മാതിരി ചെയ്തതാണ് ഈ യാഗം. യാതൊരു മത്സരവും കൂടാതെ സന്മനസ്സായി ദാനങ്ങൾ ചെയ്തു. എല്ലാവരും സംതൃപ്തരായി സന്തോഷിക്കുന്നു. ദേവന്മാരും ഋഷികളും കൂടി ആ യജ്ഞത്തെ വേണ്ടത്ര മാനിച്ചിരിക്കുന്നു. എന്നിട്ടും ഈ യജ്ഞത്തെ പുച്ഛിച്ച് സംസാരിക്കുന്നു. നീ എന്താണ് പറയുന്നത്? വേദജ്ഞരായ ബ്രാഹ്മണരുടെ മധ്യത്തിലെത്തി ഈ യാഗത്തെ ആക്ഷേപിക്കുന്ന സംസാരിക്കുന്ന നീ സാധാരണഗതിയല്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നീ ഇപ്രകാരം പറയുവാനുണ്ടായ കാരണം പറയൂ. കീരി പ്രതിവചിച്ചു, ഞാൻ പറഞ്ഞത് നുണയല്ല, ഗർഭ കൊണ്ടും പറഞ്ഞതല്ല. ഒരിടങ്ങഴി മലർപ്പൊടി ദാനം ചെയ്ത ബ്രാഹ്മണന്റെ ദാനമാണ് ഈ യജ്ഞത്തിൽ നൽകിയ കോടാനുകോടി സ്വർണത്തെക്കാളും ശ്രേഷ്ഠമെന്ന് ഞാൻ വീണ്ടും പറയുന്നു. അതിൻ്റെ കാരണവും പറയാം, കേൾക്കൂ. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും അത്ഭുതം വർദ്ധിച്ചു. അവർ കീരി പറയുന്ന കഥ കേൾക്കുവാൻ ജിജ്ഞാസയോടെ കാതുകൂർപ്പിച്ചിരുന്നു. കീരി തുടർന്നു, ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ ധർമ്മജ്ഞാനിയായിരുന്ന ഒരു ബ്രാഹ്മണൻ കുടുംബസമേതം വസിച്ചിരുന്നു. അദ്ദേഹത്തിന് ഭാര്യയും ഒരു പുത്രനും പുത്രഭാര്യയും ഉണ്ടായിരുന്നു. അവർ 4 പേരും ഒരുപോലെ തപസ്സുകളും മുഞ്ചവൃത്തികളുമായിരുന്നു. മാടപ്രാവിനെ പോലെ വയലിലും വഴിയിലും നിന്ന് കിട്ടുന്ന ധാന്യകഷ്ണങ്ങൾ പെറുക്കിയെടുത്താണ് ആ കുടുംബം പുലർന്നു വന്നത്. അങ്ങനെയിരിക്കെ അവിടെയിടങ്ങളിലെല്ലാം ഒരു വലിയ വരൾച്ച ഉണ്ടായി. ധാന്യങ്ങളൊന്നും ഇല്ലാതെയായി. ഗ്രാമവാസികൾ അന്യനാടുകളിലേക്ക് കുടുംബസമേതം പോയി തുടങ്ങി. ബ്രാഹ്മണരും കുടുംബത്തോടുകൂടി നാട് വിട്ടു. പല ദിവസങ്ങളിലും പട്ടിണി കിടന്നവർ യാത്ര തുടർന്നു. 2-3 ദിവസം പട്ടിണി കിടക്കേണ്ടി വന്ന അവർക്ക് 3-ാം ദിവസം ഇടങ്ങഴി മലർപ്പൊടി കിട്ടി. അത് വേവിച്ച് 4 ഉണ്ടകളാക്കി ഉരുട്ടി 4 പേരും കൂടി ഭക്ഷിക്കുവാനിരുന്നു. ആ സമയത്ത് വിശന്നു വലിഞ്ഞ ഒരു ബ്രാഹ്മണൻ അവിടേക്ക് അടുത്തു വന്നു. ഉടൻ തന്നെ ഗൃഹസ്ഥനായ ബ്രാഹ്മണൻ വന്ന് അതിഥിയെ സ്വീകരിച്ച് ആസനസ്ഥനാക്കി. അനന്തരം തൻ്റെ ഓഹരിയായ ആഹാരം അതിഥി ബ്രാഹ്മണന് നൽകി. അദ്ദേഹം സന്തോഷത്തോടുകൂടി അത് ഭക്ഷിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ വിശപ്പ് മാറിയില്ല. അത് മനസ്സിലാക്കിയ ബ്രാഹ്മണ പത്നി തൻ്റെ ഓഹരിയും അതിഥിക്ക് നൽകി. അപ്പോഴും അതിഥിക്ക് തൃപ്തിയായില്ല. തുടർന്ന് പുത്രനും പുത്രഭാര്യയും അവരുടെ ഓഹരി കൂടി അതിഥിക്ക് കൊടുത്തു. അപ്പോഴേക്കും അദ്ദേഹത്തിന് തൃപ്തിയായി. ആ അതിഥി ബ്രാഹ്മണൻ മർത്യരൂപത്തിൽ വന്ന ധർമ്മദേവനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ശുദ്ധമായ നിന്റെ ധർമ്മത്താലും ശക്തി പോലെ ദാനം ചെയ്യുകയാലും ഞാൻ ഭവാനിൽ പ്രീതനായിരിക്കുന്നു. വിശപ്പ് പ്രജ്ഞയെ നശിപ്പിക്കും, അത് ധർമ്മബുദ്ധിയെ തെറ്റിക്കും. വിശന്നറിവ് കെട്ടുപോയ മനുഷ്യൻ ധൈര്യത്തെയും കൈവിടിയും. വിശപ്പിനെ ജയിക്കുന്നവൻ സ്വർഗത്തെയും ജയിക്കുന്നു. സ്വർഗദ്വാരം വളരെ സൂക്ഷ്മമാണ്, അത് കാണുവാൻ വിഷമമാണ്. മനുഷ്യൻ ശ്രദ്ധയില്ലാത്തവനുമായി ഭൗഢ്യം പാലിച്ച് സ്വർഗത്തിൻ്റെ വാതിൽ കാണാതായിരിക്കുന്നു. ക്രോധാവേശങ്ങളാൽ അത് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ക്രോധം വെടിഞ്ഞവർക്ക് ആ സാക്ഷ കാണുവാൻ കഴിയും. ഇന്ദ്രിയങ്ങളെ ജയിച്ചവർക്ക് അത് കാണുവാൻ കഴിയും. യഥാശക്തി ദാനം ചെയ്യുന്നവർക്ക് ആ സ്വർഗദ്വാരത്തെ കാണുവാൻ കഴിയും. ദാനം ശ്രദ്ധയോടെ ആയിരിക്കണം, ഭക്തിയോടെ ആയിരിക്കണം. ന്യായമായി ലഭിച്ച വസ്തുവായിരിക്കണം ദാനം ചെയ്യുന്നത്. അല്പമായ ദാനം പോലും പല യജ്ഞത്തേക്കാൾ ശ്രേഷ്ഠമായ ഫലം നൽകുവാൻ പ്രാപ്തമാകും. വളരെയേറെ ദക്ഷിണയോടെ രാജസൂയം ചെയ്യിപ്പിച്ചാലും അശ്വമേധം കഴിച്ചാലും ഭവാന്റെ ഈ മലർപ്പൊടി ദാനത്തിന്റെ ഫലം കിട്ടുന്നതല്ല. ഈ ദാനം വഴി നീ അക്ഷയമായ ബ്രഹ്മലോകം നേടിയിരിക്കുന്നു. നിന്നെ പരീക്ഷിക്കുന്നതിന് വന്ന ധർമ്മദേവനാണ് ഞാൻ. നിന്റെ ദാനത്തെ സ്വർഗത്തിൽ ദേവന്മാർ പുകഴ്ത്തുന്നു. അവർ പുഷ്പവൃഷ്ടി ചെയ്യുന്നു. നിനക്കായി ഇതാ വിമാനം എത്തിയിരിക്കുന്നു. നീ അതിൽ കയറി ഭാര്യാപുത്ര സനുഷ്യന്മാരോടും കൂടി സ്വർഗത്തിലേക്ക് പോയാലും. ബ്രാഹ്മണന്റെ സൽപ്രവൃത്തി കൊണ്ടും ധർമ്മദേവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ടും ആ ബ്രാഹ്മണ കുടുംബം ഉടലോടെ സ്വർഗത്തിലെത്തി. അവരെല്ലാം പോയ ശേഷം ഞാൻ ആ സ്ഥലത്ത് ചെന്നിരുന്നു. അവിടെ അവർ ഉപയോഗിച്ച ജലം ഭൂമിയിൽ വീണ് ചെളി കിട്ടിയിരുന്നു. യവത്തിന്റെ ചില അവശിഷ്ടങ്ങളും അവിടെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ ആ ചെളിയിൽ കിടന്നുരണ്ടു. അപ്പോൾ എൻ്റെ ശരീരത്തിന്റെ പകുതി ഭാഗം സ്വർണ്ണവർണ്ണമായി മാറി. ബാക്കി ഭാഗം കൂടി സ്വർണ്ണമാകുവാൻ അവിടെയൊക്കെ കിടന്നുരണ്ടെങ്കിലും അതുണ്ടായില്ല. അന്നു മുതൽ യജ്ഞശാലകളെയും തപോവനങ്ങളെയും കൂടി ഞാൻ പലയിടങ്ങളിലും സഞ്ചരിച്ചു.
അനേകം യജ്ഞശാലകളിലെ തീർത്ഥങ്ങളിൽ ഞാൻ എൻ്റെ ശരീരത്തെ മുക്കി. അനേകം തപസ്സുകളുടെ പാദങ്ങളിലെ തീർത്ഥജലം എൻ്റെ ശരീരത്തിൽ പുരട്ടി. പക്ഷെ അതുകൊണ്ടൊന്നും എനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ അരഭാഗം സ്വർണ്ണവർണ്ണമായില്ല. അപ്പോഴാണ് ഇവിടെ നടക്കുന്ന യജ്ഞത്തെപ്പറ്റി കേട്ടത്. അതുകൂടി പരീക്ഷിക്കാമെന്ന് വെച്ച് ഇവിടെ വന്നു. യജ്ഞാരംഭം മുതൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. പല പ്രാവശ്യം ഇവിടുത്തെ തീർത്ഥജലത്തിൽ എൻ്റെ ശരീരത്തെ മുക്കി. ഇപ്പോൾ ഇതാ അവസാനമായി ഈ യജ്ഞശാലയിൽ കിടന്നുരുളുകയും ചെയ്തു. എന്നിട്ടും എൻ്റെ ശരീരത്തിന് മുഴുവൻ ഭാഗവും സ്വർണ്ണവർണ്ണമായില്ല. അതുകൊണ്ടാണ് ഉഞ്ചിവൃത്തി ബ്രാഹ്മണന്റെ മലർപ്പൊടി ദാനത്തേക്കാൾ ശ്രേഷ്ഠമായി ഇവിടെയൊന്നും നടന്നിട്ടില്ലെന്ന് എനിക്ക് ബോധ്യമായത്. ഇത്രയും പറഞ്ഞിട്ട് ഈ കീരി ഓടിപ്പോയി. ആരായിരുന്നു ഈ കീരി? ഇതിൻ്റെ പിന്നിൽ രസകരമായ മറ്റൊരു കഥയുണ്ട്. പണ്ട് ജമദഗ്നി മഹർഷി പിതൃക്കളെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ഒരു യജ്ഞം നടത്തിയിരുന്നു. അതിനാവശ്യമായ പാൽ ഒരു മൺപാത്രത്തിൽ അടച്ചു വെച്ചിരുന്നു. ഭൃഗുവംശജനായ ജമദഗ്നി ക്രോധവാനാണ്. അത് പരീക്ഷിക്കുവാനായി ക്രോധം ഒരു കീരിയുടെ രൂപത്തിൽ വന്ന് മൺകുടം തട്ടിയുടച്ച് പാലൊക്കെ കുടിച്ചു. എന്നാൽ ഇതറിഞ്ഞ ജമദഗ്നി ഒന്നും മിണ്ടിയില്ല. മഹർഷി തന്നെ ഒന്നും ചെയ്യുകയില്ലെന്ന് കണ്ടപ്പോൾ കീരിക്ക് ആശ്ചര്യമായി. കീരി ചോദിച്ചു, ഭൃഗുക്കൾ സ്വത്തവേ കോപശീലരാണ്. അങ്ങ് പ്രത്യേകിച്ചും കോപ സ്വഭാവിയാണ്. അങ്ങയുടെ ക്രോധം കാണുവാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്തത്. എന്നിട്ടും അങ്ങ് എന്താണ് ശാന്തനായിരിക്കുന്നത്? മഹർഷി പറഞ്ഞു, ഞാൻ ക്രോധിക്കുന്നില്ല, നിന്നെ ഒന്നും ചെയ്യുന്നുമില്ല. എന്നാൽ ആർക്കു വേണ്ടിയാണോ ആ പാൽ വെച്ചിരുന്നത് ആ പിതൃക്കൾ ശക്തരാണ്. അവർ വേണ്ടത് ചെയ്തുകൊള്ളും. അതിൻ പ്രകാരം പിതൃക്കൾ കീരിയുടെ രൂപം കൊണ്ട് ക്രോധത്തെ എന്നും കീരിയായിരിക്കുവാൻ ശപിച്ചു. കീരി പിതൃക്കളെ കണ്ട് ശാപമോക്ഷത്തിന് അപേക്ഷിച്ചു. അവർ കീരിയോട് പറഞ്ഞു, ശരി, നീ ധർമ്മത്തെ അപേക്ഷിക്കുക, അത് നിനക്ക് ശാപമോക്ഷം തരും. കീരി യജ്ഞദേശങ്ങൾ തോറും ധർമാരണ്യങ്ങൾ തോറും സഞ്ചരിച്ചു. ഒടുവിൽ യുധിഷ്ഠിരന്റെ യജ്ഞത്തിലും വന്നെത്തി. ഉഞ്ചവൃത്തി ബ്രാഹ്മണന്റെ ഇടങ്ങഴി മലർപ്പൊടി ദാനമാഹാത്മ്യം പറഞ്ഞ് ധർമ്മപുത്രന്റെ യജ്ഞത്തെ ആക്ഷേപിച്ചു. ധർമ്മത്തെ ആക്ഷേപിക്കുകയാണ് അപ്പോൾ അവൻ ചെയ്തത്. അങ്ങനെ നിർവഹിക്കപ്പെട്ടു. അങ്ങനെ കീരിക്ക് ശാപമോക്ഷവും ലഭിച്ചു. ഇതോടുകൂടി മഹാഭാരതം അശ്വമേധിക പർവവും സമാപിച്ചിരിക്കുകയാണ്. അടുത്ത പർവം മഹാഭാരതം ആശ്രമ പർവമാണ്. തുടരും.